നിശബ്ദത കുറച്ചുകൂടി ആഴം വരുമ്പോൾ കിട്ടുന്നൊരു കാര്യമാണ്. ജീവിതത്തിൽ പക്വത വരുമ്പോൾ കിട്ടുന്നൊരു കാര്യമാണ്. വെറുതെ ബഹളം വെച്ച് നടക്കുന്നത് പക്വതയില്ല എന്നതിൻ്റെ ധ്വനിയാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആഗമന കാലത്തിൽ നമുക്ക് ഈ ഒരു മേഖല, എപ്പോഴും വീഴ്ച വരുന്ന മേഖല ഇത് തന്നെയാണ്. സംസാരം കുറച്ചാൽ രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. ഒരമ്മ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വന്നു. അപ്പോൾ അവർ ഭയങ്കര സിമ്പതി, ഇങ്ങനെ കരഞ്ഞു, അയ്യോ എൻ്റെ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര ഇമോഷണലായിട്ട്. അപ്പോൾ കൂടെ നിന്ന് ആൾ പറയുന്നുണ്ട്, ഇമോഷണലായാൽ അങ്ങനെ ബുദ്ധി തെളിഞ്ഞു വരില്ല എന്നാണ് പറയുന്നത്. ബുദ്ധി തെളിഞ്ഞു വരില്ല. വെറുതെ വൈകാരികപരമായ പ്രകടനങ്ങളാണെങ്കിൽ ബുദ്ധി തെളിയില്ല. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ അവസാനം പറയുന്നത്. ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ്. അതുകൊണ്ട് ഈ വചനങ്ങൾ നമ്മുടെ ചിന്തയിൽ വയ്ക്കാം, നമുക്ക് നന്നായിട്ട് ധ്യാനിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കുറച്ചുകൂടി നല്ല അടിപൊളിയാകാൻ, നല്ലതായി വരാനായിട്ടുള്ള നമ്മുടെ ശ്രമം നമുക്ക് തുടരാം. ഇന്നോ നാളെയോ കൊണ്ട് പറ്റുകയില്ല, നമുക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കാം. കുറേയൊക്കെ ശരിയാക്കിയെടുക്കാൻ പറ്റും. നല്ലതായി വരാനുള്ള നമ്മുടെ ശ്രമം, അത് ഈ 2024 ആഗമന കാലത്തിൽ നമുക്ക് കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് കയറി വരാൻ, നല്ലതായി വരാനുള്ള നമ്മുടെ ശ്രമത്തിൽ, പക്വതയുള്ള വ്യക്തികളായി വരാനുള്ള ശ്രമത്തിൽ, നമ്മുടെ സംസാരങ്ങളിലൊക്കെ ഒരു നല്ല എളിമയുള്ള വർത്തമാനങ്ങൾ ഉണ്ടാകാനുള്ള ശ്രമത്തിൽ, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഡെപ്ത് അത് കണ്ടെത്താനുള്ള ശ്രമത്തിൽ കുറേ കൂടി മുന്നോട്ട് കയറി വരാൻ നമുക്ക് സാധിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം.